ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്കിൻ വൈറ്റനിങ് ഡ്രിങ്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അത് നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാരറ്റാണ് മെയിനായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. നമുക്കറിയാം ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും ന്യൂട്രിയൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കൊളാജൻ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇതാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ട് സഹായിക്കും. അതുപോലെ പാടുകൾ കുറയ്ക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് ഉള്ളവർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അതിൽ ചുളിവുകൾ പാടുകൾ ഒക്കെ ഉള്ളവർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അതുപോലെ സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടും സഹായിക്കും. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് നന്നായിട്ട് കഴുകി തൊലിയൊക്കെ ചീവി അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടി കട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഒരു ഗ്ലാസ് ജ്യൂസിനായിട്ടാണെങ്കിൽ ഒരു ക്യാരറ്റ് എടുത്താൽ മതി. ഞാനിവിടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പൈനാപ്പിളാണ്. പൈനാപ്പിളും ഒരുപാട് നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. ഒരു ഗ്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പൈനാപ്പിൾ എടുക്കാവുന്നതാണ്. പൈനാപ്പിളിൽ അടങ്ങിയിട്ടുള്ള ബ്രോമെലാനിൻ എന്ന് പറയുന്ന എൻസൈമാണ് നമ്മുടെ സ്കിൻ ടോൺ ബെറ്റർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാടുകൾ മാറാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ പൈനാപ്പിൾ കഴിക്കുക വഴി. അതേപോലെ തന്നെ പൈനാപ്പിളും ക്യാരറ്റും ഒക്കെ നമ്മുടെ കണ്ണുകളിലെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനായിട്ടും സഹായിക്കുന്നതാണ്. പിന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും നല്ലതാണ് ഈ രണ്ട് കാര്യങ്ങളും. ക്യാരറ്റ് ഞാൻ ഒന്നുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതേ നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് അരിച്ചെടുക്കണ്ടേന്ന്. അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ് കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് അരിച്ചു കുടിക്കാം, അല്ലാത്തവർക്ക് അരിക്കാതെയും കുടിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പൈനാപ്പിളിന് അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉള്ള പൈനാപ്പിളാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് മധുരത്തിനായിട്ടൊന്നും ചേർക്കുന്നില്ല. വേണമെന്നുള്ളവർക്ക് തേൻ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എല്ലാ ദിവസമൊന്നും ഇതുപോലെ തയ്യാറാക്കി കുടിക്കാൻ പറ്റിയില്ലെങ്കിലും സാധിക്കുന്ന അവസരത്തിൽ ഉണ്ടാക്കി കഴിക്കുക. ഇത് റെഗുലറായിട്ട് കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ നിറമൊന്ന് ബെറ്റർ ആക്കാനായിട്ട്, സ്കിൻ ടോൺ ഒന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് എത്താനായിട്ട് സഹായിക്കും. ഇത് ഒരു ദിവസം കൊണ്ടല്ല, നമ്മൾ കുറച്ച് ദിവസങ്ങളിൽ റെഗുലറായിട്ട് യൂസ് ചെയ്താലാണ് ഇത് നമുക്ക് റിസൾട്ട് കിട്ടുക. കുറേ പേര് പറയാറുണ്ട് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് പോകുമോ എന്ന്. അപ്പോൾ അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കിൻ കെയർ കാര്യങ്ങൾ കൂടി ചെയ്യുക. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെയാണ് നമ്മുടെ സ്കിന്നിനെ ബെറ്റർ ആക്കുന്നതും സ്കിന്നിലെ ആ പാടുകളും കാര്യങ്ങളും കരുവാളിപ്പും ഒക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്നതും. ക്യാരറ്റും പൈനാപ്പിളും കൂടിയുള്ള ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബീട്രൂട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് അറിയാനായിട്ട് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. നമ്മുടെ സ്കിൻ ബ്രൈറ്റിങ്ങിന് സഹായിക്കുന്ന മറ്റു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ബീട്രൂട്ട്, അതേപോലെ ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക, അലോവേര കൊണ്ടൊക്കെ ജ്യൂസ് ഉണ്ടാക്കാം. അത് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇതുപോലുള്ളവ നമുക്ക് മാറി മാറി ഉപയോഗിക്കാവുന്നതാണ്. 7 ദിവസത്തിൽ കൂടുതൽ റെഗുലറായിട്ട് ഒരേ ജ്യൂസ് കണ്ടിന്യൂ ചെയ്യേണ്ട. നമുക്കിത് രാവിലെയോ വൈകുന്നേരമോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ മറ്റു ഫുഡൊക്കെ കഴിച്ചിട്ട് ഉടനെ കഴിക്കരുത്. വയറ് എംറ്റി ആയിരിക്കുന്ന സമയത്ത് കഴിക്കുന്നതാണ് കൂടുതൽ റിസൾട്ട് കിട്ടാനായിട്ട് നല്ലത്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതായത് സ്കിൻ ബ്രൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് പോകാതിരിക്കാൻ വേണ്ടി വെയിലത്ത് പോകുമ്പോൾ നമുക്ക് സൺസ്ക്രീൻ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ, അറിവുകളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. ഫേസ്ബുക്ക് പേജിൽ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വേഗം തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.